CA India സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് പേപ്പർ സെറ്റ് നമ്പർ 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി റിവിഷൻ ടെസ്റ്റ് പേപ്പർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചാനലിൽ എന്തുണ്ട്, RTP നമ്മൾ ഡീറ്റെയിൽഡ് ആക്കി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റും RTPയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ എക്സാം ഹാളിലോട്ട് പോകരുത് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം അവിടുന്ന് വരുന്ന സെയിം ക്വസ്റ്റ്യൻ അവർ റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇപ്രാവശ്യം May 24 എക്സാമിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ള MTP കകത്ത് അവർ ചോദിച്ച ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഞാൻ ഓൾറെഡി പറഞ്ഞ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് പാർട്ട് 1 നിങ്ങൾക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റൻ ഉണ്ട്, MCQ ഉണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി, കിട്ടും, സിമ്പിൾ ആണ്. ബട്ട് ഞാൻ അവിടെ പാർട്ട് 2 ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ RTPയിൽ എങ്ങനെ കണ്ടത്, RTPയിൽ നമുക്ക് മിക്സിംഗ് അല്ല, ഒരിക്കലും നമുക്ക് ചാപ്റ്റർ വൈസ് ആണ് ക്വസ്റ്റൻ ഒക്കെ RTP കകത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ബട്ട് MTP കകത്ത് ഒരിക്കലും ചാപ്റ്റർ വൈസ് അല്ല കൊടുക്കുന്നത്. നിങ്ങൾ എക്സാം ഓറിയന്റഡ് എങ്ങനെയാണോ അതേപോലെ ആണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക, MTP കകത്ത് ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടാവുക. നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ അല്ലേ. ക്വസ്റ്റൻ നമ്പർ 1 നോക്കിയേ, എന്താ ക്വസ്റ്റൻ നമ്പർ 1? സ്വാതി ഈസ് എ മാർക്കറ്റിംഗ് മാനേജർ അറ്റ് എ സോഫ്റ്റ്വെയർ കമ്പനി. സ്വാതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു മാർക്കറ്റിംഗ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണ്. ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ ദ കമ്പനീസ് പ്രൊഡക്റ്റ്. ആ കമ്പനിക്ക് ആവശ്യമുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ഇതാണ് അവരുടെ ജോലി, ഈ പറഞ്ഞ സ്വാതിയുടെ ജോലി. ഓക്കെ, ഇനി പറയാണ് സ്വാതി ലീഡ്സ് എ ടീം ഓഫ് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് അല്ലെ, മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ആൻഡ് വർക്ക് ക്ലോസ്ലി വിത്ത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് സെയിൽസ് ടീം ടു എൻഷുർ ദാറ്റ് ദ കമ്പനി പ്രൊഡക്റ്റ് ആർ എഫക്റ്റീവ്ലി പ്രോംപ്റ്റഡ് ഇൻ ദ മാർക്കറ്റ്. ഒന്നുമില്ല, സ്വാതി ഒരു കമ്പനിന്റെ മാർക്കറ്റിംഗ് ലീഡറാണ്. അപ്പോൾ ആ കമ്പനിയുടെ മാർക്കറ്റ് പരമായ എല്ലാ കാര്യവും ഡീൽ ഞാനാണ്, സ്വാതിയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നുമില്ല. ഓക്കെ, ഇനി പറയാണ് ഷീ ആൾസോ അനലൈസ് ദ മാർക്കറ്റ് ട്രെൻഡ് ആൻഡ് കസ്റ്റമർ ഫീഡ്ബാക്ക് ടു റിഫൈൻ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ അവൾ എന്തും കൂടി ചെയ്യുന്നുണ്ട്, മാർക്കറ്റിനകത്ത് വരുന്ന മാറ്റങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്തിരി മനസ്സിലായല്ലോ. സ്വാതി എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, സ്വാതി നമ്മൾ 3 ലെവൽ പഠിച്ചിട്ടുണ്ടല്ലോ, കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ ആൻഡ് ഫംഗ്ഷൻ ലെവൽ. അപ്പോൾ സ്വാതി ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് സ്വാതി നമ്മുടെ ഈ 3 ലെവലിൽ ഏത് കാറ്റഗറി ലെവലിലാണ് സ്വാതി വരിക? കോർപ്പറേറ്റ് ആണോ? അല്ല, കാരണം സ്വാതി എന്തല്ല, CEO ഒന്നല്ല. ബിസിനസ് ലെവലാണോ? അല്ല. അപ്പോൾ സ്വാതി ഇവിടെ വരിക ഫംഗ്ഷൻ ലെവലിലാണ്. ഒരു ബിസിനസ്സിന് എത്ര ഫംഗ്ഷൻ ഉണ്ട്? ബിസിനസ്സിന്റെ നോക്കി, ഒരു ബിസിനസ്സിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ. ആ ബിസിനസ്സിന്റെ പ്രൊഡക്ഷൻ എന്താണ്? ബിസിനസ്സിന്റെ ഒരു ഫംഗ്ഷനാണ്. അതിന്റെ മാർക്കറ്റിംഗ് എന്താണ്? ബിസിനസ്സിന്റെ ഒരു ഫംഗ്ഷനാണ്. അതിന്റെ ഫിനാൻസിങ് എന്താണ്? ബിസിനസ്സിന്റെ മറ്റൊരു ഫംഗ്ഷനാണ്. ഇതൊക്കെ കമ്പനിയുടെ എന്താണ്? ഫംഗ്ഷൻസ് ആണ്. ഇവിടെ സ്വാതി അവിടെ തെളിച്ച് പറയുന്നുണ്ട്, സ്വാതി ഇല്ല മാർക്കറ്റിംഗ് മാനേജർ. വിച്ച് മീൻസ് വാട്ട്, സ്വാതി അവിടെ വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കമ്പനിന്റെ ഏത് കാറ്റഗറിയിലാണ് വരിക? ഒരു സംശയമില്ല, ഫംഗ്ഷനല്ല. അപ്പോൾ അവിടെ ക്വസ്റ്റൻ എന്താ കാരണം? ഫംഗ്ഷനെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ. നോക്കാം നമുക്ക്. വിച്ച് ലെവൽ ഈസ് ഷീ വർക്കിംഗ് അറ്റ്? അവൾ ഏത് ലെവലാണ് വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് ക്വസ്റ്റൻ, ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ എന്താ? അപ്പോൾ നിങ്ങൾ എതിരം സ്വാതി ഈസ് വർക്കിംഗ് അറ്റ് ഫംഗ്ഷണൽ ലെവൽസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓക്കെ ആണോ? കിട്ടി. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്കസ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ദിസ് ലെവൽ ഇൻ ദ ഓർഗനൈസേഷൻ. ഈ ലെവലിൽ, അതായത് ഫംഗ്ഷൻ ലെവലിൽ സ്വാതി വർക്ക് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ലെവലിൽ സ്വാതിയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അറ്റ് ദിസ് ലെവൽ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ. ഇതാണ് ക്വസ്റ്റൻ. ഓക്കെ ആണോ? ഇതിന്റെ ആൻസർ നമുക്ക് നോക്കണ്ടേ. എന്തൊക്കെയാണ് സ്വാതി, അതായത് മാർക്കറ്റിംഗ് ലെവലിൽ, അതായത് ഫംഗ്ഷൻ ലെവലിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സ്വാതിയുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്വാതിയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വരിക? അതാണ് നമ്മുടെ ക്വസ്റ്റൻ. ഓക്കെ, നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ MTP ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഈ MTPൻ്റെ PDF ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ല, പാർട്ട് 2. ഓക്കെ, നോക്കി, ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഫസ്റ്റ് വൺ, സ്വാതി ഓപ്പറേറ്റ് ഫംഗ്ഷണൽ ലെവൽ ഓഫ് മാനേജ്മെന്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി പറയുന്നത് സ്പെസിഫിക്കലി ആസ് എ മാർക്കറ്റിംഗ് മാനേജർ അറ്റ് സോഫ്റ്റ്വെയർ കമ്പനി. അവർ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണ് അല്ലേ. ഫംഗ്ഷണൽ മാനേജേഴ്സ് ലൈക്ക് സ്വാതി ഓവർസീ ദ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഓർ ഫംഗ്ഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ സച്ച് മാർക്കറ്റിംഗ്, ഫിനാൻസ് ഓർ ഓപ്പറേഷൻ. അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്, ഇതുപോലെ ഫിനാൻസ് പോലെ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോലെ, മാനുഫാക്ചറിംഗ് പോലെ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഒരു കമ്പനിക്കകത്ത് ഈ പറയുന്ന ഫംഗ്ഷൻ അല്ലെ, ഈ പറയുന്ന മാർക്കറ്റിംഗ്. ഓക്കെ, ഇനി പറയാൻ നെക്സ്റ്റ് പറയണം, ദെയർ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ്. ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? സ്വാതിയുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇംപ്ലിമെന്റിംഗ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആൻഡ് പോളിസീസ് വിത്തിൻ ദെയർ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് ആൻഡ് ദെയർ ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നു കേട്ടോ. വിത്തിൻ ദെയർ ഏരിയ എന്ന് പറഞ്ഞാൽ ദെയർ മീൻസ് മാർക്കറ്റിംഗ് ഏരിയ. കാരണം സ്വാതി എവിടെ വർക്ക് ചെയ്യുന്നത്? മാർക്കറ്റിംഗിലല്ല. അപ്പോൾ മാർക്കറ്റിംഗ് ഏരിയയിൽ, സ്വാതിയുടെ മാർക്കറ്റിംഗ് ഏരിയയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുക? സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക, പോളിസി ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ആ റെസ്പോൺസിബിലിറ്റി. ഒന്നാമത് വരുന്നത് സ്വാതിയുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഓക്കെ, ആൻഡ് എൻഷുർ ദാറ്റ് ഡെയിലി ഓപ്പറേഷൻസ് ആർ കണ്ടക്റ്റഡ് എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി. ഇതാണ് ഒന്ന്. ആ കമ്പനിയിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഡെയിലി നടക്കുന്ന ഓപ്പറേഷൻസ് ഒക്കെ എന്ത് എഫക്റ്റീവ് ആയിട്ടാണോ, എഫിഷ്യന്റ് ആയിട്ടാണോ നടന്നു പോകുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് ഒന്നാമതായിട്ടുള്ള ആരുടെ റോൾ വരുന്നത്. സ്വാതി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കമ്പനിയിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പുള്ളിക്കാരിയുടെ റോൾ ഫസ്റ്റ് വരുന്നതാണ്.
ഓക്കെ ആണോ? ഇതാണ് ഫസ്റ്റ് റോൾ. അപ്പോൾ എന്താ, നിങ്ങൾ ഫസ്റ്റ് റോൾ എഴുതി കൊടുക്കുമ്പോൾ ആ കമ്പനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക, പോളിസി ക്രിയേറ്റ് ചെയ്യുക, അവിടെ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ജോലികൾക്ക് നടന്നു പോകുന്നുണ്ടോ എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. സെക്കൻഡ് വൺ പിന്നെ പറയുന്നുണ്ട്, ഇൻ സോദീസ് കേസ് മാർക്കറ്റിംഗ് മാനേജർ ഹർ റോൾ എന്തൊക്കെ, ഹർ റോൾ ഇൻവോൾവ് ഡെവലപ്പിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ദ കമ്പനീസ് പ്രൊഡക്റ്റ് അല്ലെ. ദിസ് ഇൻക്ലൂഡ് അല്ലെ ലീഡിംഗ് എ ടീം ഓഫ് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ്. ആ കമ്പനിയിലെ മാർക്കറ്റിംഗിന് ഒരു ടീമിന് എന്ത് ചെയ്യുക, ലീഡ് ചെയ്യുക. കൊളാബറേറ്റിംഗ് വിത്ത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് സെയിൽസ് ടീം. ആ കമ്പനിയിലെ സെയിൽസ് ടീമുമായിട്ട് എന്ത് ചെയ്യുക, ഇവരൊന്ന് കൊളാബറേറ്റ് ചെയ്യുക. രണ്ടും പരസ്പരം എന്ത് ചെയ്യുക, സെയിൽസും മാനുഫാക്ചറിംഗ് പരസ്പരം നല്ല ബന്ധമുണ്ടോ, ഉണ്ട് അല്ലേ. സെയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ എന്ത് ചെയ്യുക, ഒന്നൊരു ഇന്റഗ്രേഷൻ കൊടുക്കുക അല്ലേ. ആൻഡ് അനലൈസിംഗ്, മനസ്സിലാക്കുക എന്തൊക്കെ മനസ്സിലാക്കണം, അനലൈസിംഗ് ദ മാർക്കറ്റ് ട്രെൻഡ് ആൻഡ് കസ്റ്റമർ ഫീഡ്ബാക്ക് ടു റിഫൈൻ ദ സ്ട്രാറ്റജി. ആ കമ്പനിയുടെ സ്ട്രാറ്റജി മാറ്റി പിടിക്കാൻ വേണ്ടി കസ്റ്റമറുടെ കയ്യിൽ എന്തൊക്കെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നുണ്ട്, കസ്റ്റമർ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച്, ഇതൊക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ഇതും ആ റെസ്പോൺസിബിലിറ്റി ആണ്, സോദിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് സോദി റെസ്പോൺസിബിലിറ്റി അല്ലേ. ഓക്കെ. സോദി ഉറപ്പ് വരുത്തണം. എന്താണ് സോദി ഉറപ്പ് വരുത്തുന്നത്? കമ്പനി പ്രൊഡക്റ്റ് ആർ എഫക്റ്റീവ്ലി പ്രോംപ്റ്റഡ്. Companies' products are effectively promoted in the market and marketing effort aligned with the overseas business goal. സിമ്പിൾ ലാംഗ്വേജ് ആണ് അല്ല. ഇനി എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഫംഗ്ഷണൽ മാനേജർ ലൈക്ക് സ്വാതി പ്ലേ ക്രിട്ടിക്കൽ റോൾ ഇൻ ദ ഓർഗനൈസേഷൻ ബൈ ബ്രിഡ്ജിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആൻഡ് ഡെയിലി ഓപ്പറേഷൻ. സ്വാതിയെ പോലെയുള്ള ഒരു കമ്പനിയിൽ ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കമ്പനിയിൽ നല്ല റോൾ പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ. കമ്പനിയുടെ മെയിൻ റോൾ അവർ പ്ലേസ് ചെയ്യുന്നത്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ, അവർ എന്തിനു വേണ്ടി റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ട്, ട്രാൻസ്ലേറ്റിംഗ് ദ ഹൈ ലെവൽ സ്ട്രാറ്റജി ഗോൾസ് ഇൻ ടു ആക്ഷനബിൾ പ്ലാൻ ഫോർ ദർ ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹൈ ലെവൽ സ്ട്രാറ്റജി, ടോപ്പ് ലെവലിൽ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം, നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഓരോ ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ആൻഡ് എൻഷറിംഗ്, ഉറപ്പ് വരുത്തുന്നത് എന്ത്, ദീസ് പ്ലാൻസ് ആർ എക്സിക്യൂട്ടഡ് എഫക്റ്റീവ്ലി. നല്ല രീതിയിൽ പ്ലാനുകൾ എന്ത് ചെയ്യാം, എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായ സോദി, അതായത് ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന സോദിയുടെ റെസ്പോൺസിബിലിറ്റീസും റോൾസും. ഇതാണ് എക്സാമിന് ഇപ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ. ഓക്കെ. ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചു അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്തായിരിക്കും? ഓക്കെ, ഇനി ക്വസ്റ്റൻ നമ്പർ 2 നോക്കിയേ. ബി നോക്കിയേ. ABC Corporation, a multinational consumer electronics company, is planning to expand its operation into a new country. ഒരു കമ്പനി അവരുടെ പ്ലാനിങ് അല്ല, അവരുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അവരുടെ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേറെ രാജ്യത്തോടു കൂടി അവർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ. ദ കമ്പനി സീനിയർ മാനേജ്മെന്റ് ഈസ് ഇവാലുവേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ എൻറ്ററിംഗ് ഇൻ ദ ന്യൂ മാർക്കറ്റ്. ആ ഒരു പുതിയ മാർക്കറ്റിലോട്ട് കടക്കാൻ വേണ്ടി അവരുടെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയൊരു മാർക്കറ്റിലോട്ട് കടക്കുമ്പോൾ അവിടെ എന്തൊക്കെ റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്, അവർ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അവർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ. ആസ് പാർട്ട് ഓഫ് ദർ അനാലിസിസ്, അതിന്റെ ഒരു ഭാഗമായിട്ട്, എന്തിന്റെ ഭാഗമായിട്ട്, അവർ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, എന്തൊക്കെ ത്രെട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതിന്റെ ഭാഗമായിട്ട് ദേ ഡിസൈഡഡ് ടു യൂസ്, അവർ എന്ത് തീരുമാനിച്ചു, ദേ ഡിസൈഡഡ് ടു യൂസ് പെസ്റ്റിൽ ഫ്രെയിംവർക്ക്. അവർ പെസ്റ്റിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനാ, ടു അസസ് ഓർ ടു അനലൈസ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ആ കമ്പനിക്ക് പുറത്തു നിന്ന്, എക്സ്റ്റേണൽ, ഇന്റേണൽ ആണോ, ഒരിക്കലും അല്ല, എക്സ്റ്റേണലിൽ നിന്നും വരാൻ വേണ്ടി പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അല്ലെ, അതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ എന്ത് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, പെസ്റ്റിൽ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി പറയുന്നത് ഹൗ ക്യാൻ പെസ്റ്റിൽ ഫ്രെയിംവർക്ക് ഹെൽപ്പ് ദ ABC കോർപ്പറേഷൻ. ABC എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ എങ്ങനെയാണ് ഒരു പെസ്റ്റിൽ ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നത് മൂലം ആ കമ്പനിക്ക് അസസ് ചെയ്യാൻ പറ്റുക. ഓക്കെ ആണോ? അപ്പോൾ പെസ്റ്റിൽ ഫ്രെയിംവർക്ക് തയ്യാറാക്കിയ കമ്പനിയുടെ എക്സ്റ്റേണലിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുമോ, അതാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ദ പെസ്റ്റിൽ ഫ്രെയിംവർക്ക് ഹെൽപ്പ് ദ ABC കോർപ്പറേഷൻ അസസ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇസ് ഡിസിഷൻ. നമ്മുടെ കമ്പനിയുടെ തീരുമാനത്തെ ബാധിക്കുന്ന ടു എക്സ്പാൻഡ് ഇൻ ടു എ ന്യൂ കൺട്രി. ഒരു പുതിയ രാജ്യത്തോട് നമ്മുടെ ബിസിനസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പെസ്റ്റിൽ ഫ്രെയിംവർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക വാട്ട് ഈസ് പെസ്റ്റിൽ. P for പൊളിറ്റിക്കൽ അല്ലെ, നമ്മൾ പഠിച്ചല്ലേ. P for പൊളിറ്റിക്കൽ, E for എക്കണോമിക് അല്ലെ, അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയാം അല്ലെ, S for സോഷ്യൽ, പിന്നെ T for ടെക്നോളജിക്കൽ, പിന്നെ L for ലീഗൽ ആൻഡ് E for എൻവയോൺമെന്റൽ. നമ്മൾ ഓൾറെഡി പഠിച്ച സംഭവമാണത്. ഓക്കെ ആണോ? ഇതാണ് പെസ്റ്റിൽ ഫ്രെയിംവർക്ക്. എങ്ങനെയാണ് ഞാൻ പുതിയ കൺട്രിയിലോട്ട് പോവാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ട്, ഞാൻ അമേരിക്കയിലോട്ട് പോവാണ്. അപ്പോൾ അമേരിക്കയിൽ ഞാൻ ബിസിനസ് കൊണ്ട് പോകുമ്പോൾ അവിടുത്തെ പെസ്റ്റിൽ ഞാൻ അനലൈസ് ചെയ്യണം, അവിടുത്തെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഞാനൊന്ന് മനസ്സിലാക്കണം. അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിനെ ബാധിക്കോ, അവിടുത്തെ ലീഗൽ എങ്ങനെയാണ്, നിയമങ്ങൾ ഞാൻ എന്തൊക്കെ ബാധിക്കണം എൻ്റെ ബിസിനസ്സിനെ ബാധിക്കോ, അവിടുത്തെ സൊസൈറ്റി എങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യ പോലത്തെ സൊസൈറ്റി അല്ല US ഒക്കെ ഉണ്ടാവുക, അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആവില്ല അവർ ഉണ്ടാവുക, ഇവിടുത്തെ ലീഗൽ പോലെയല്ല അവർ ഉണ്ടാവുക, ഇവിടുത്തെ പൊളിറ്റിക്സ് പോലെയല്ല അവിടുത്തെ പൊളിറ്റിക്സ്, ഇവിടുത്തെ ടെക്നോളജി ആവില്ല പുറത്തുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് ശരിക്കും പഠിക്കണം. അതാണ് പെസ്റ്റൽ. ഓക്കെ ആണോ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ പെസ്റ്റലിനെ കുറിച്ചിട്ട്. അപ്പോൾ പെസ്റ്റൽ എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റോൾഡ്, പെസ്റ്റൽ അനാലിസിസ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ കണ്ടോ, ദ പെസ്റ്റൽ ഫ്രെയിംവർക്ക്.
The PESTEL framework can help the ABC corporation assess the external factor. ഓക്കെ, ഇനി പറയുന്നത് PESTEL ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു കമ്പനീൻ്റെ പുറത്ത് ഒരു പൊളിറ്റിക്കലി നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ആരാണ്, രാഷ്ട്രീയ പാർട്ടികൾ ആരാണ്, അവരുടെ സ്റ്റെബിലിറ്റി എന്താണ്, അവരുടെ ഐഡിയോളജി എന്താണ്, അവർ മുന്നോട്ട് വെച്ച നയങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ബിസിനസ് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഫസ്റ്റ് വന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ്, അവരുടെ പോളിസി എന്താണ്, അവരുടെ ട്രേഡ് അഗ്രിമെൻറ്റ് എങ്ങനെയാണ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, നെക്സ്റ്റ് വൺ എക്കണോമിക്. അവിടുത്തെ എക്കണോമിക് എങ്ങനെയാണ്, അവിടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. അവിടുത്തെ GDP ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെയാണ്, എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ്, എക്കണോമിക് സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താ, തേർഡ് ഫാക്ടർ എന്ന് സോഷ്യൽ. എന്താ സോഷ്യൽ അവിടുത്തെ സൊസൈറ്റി നമ്മളെ പോലെയാണോ, അല്ല നമ്മുടെ കൾച്ചർ അവിടുത്തെ കൾച്ചർ അല്ല, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആചാരം, നമ്മുടെ വിശ്വാസം, നമ്മുടെ വിവേകം അതാണോ പുറത്തുണ്ടാവുക, ഒരിക്കലുമല്ല. അപ്പോൾ അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, നോംസ് എങ്ങനെയാണ്, ഡെമോക്രാറ്റിക് എങ്ങനെയാണ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ ട്രെൻഡ് എങ്ങനെയാണ്, അവിടുത്തെ കസ്റ്റമറുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവിടുത്തെ ഡിമാൻഡ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ശരിയല്ലേ, ഇവിടുത്തെ പോലെ നമ്മളെ പുറത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കണം, കൾച്ചർ മനസ്സിലാക്കണം, ഡെമോക്രാസി മനസ്സിലാക്കണം, ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കണം, ഇൻഫ്ലുവൻസ്, അതുപോലെ കസ്റ്റമർ ബിഹേവിയർ, ഡിമാൻഡ് ഓഫ് പ്രോഡക്റ്റ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പുറത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ടെക്നോളജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ ടെക്നോളജി അവിടെ ഫസ്റ്റ് ടെക്നോളജി അവിടെ വരിക, പുറത്ത് വരിക അല്ലേ. അപ്പോൾ ടെക്നോളജി ഫാക്ടേഴ്സ് അല്ലേ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എങ്ങനെയാണ്, അതിൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തുനിന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിന് പിന്നെ ലീഗൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടുത്തെ നിയമങ്ങൾ, ലീഗൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ പുറത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, അവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടുന്ന് ഫണ്ട് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ വരും, പോളിസി എന്താ, പ്രൊസീജിയർ എന്താ, അവിടുത്തെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എങ്ങനെയാണ്, ലേബർ ലോസ് എങ്ങനെയാണ് അല്ലേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് പരിഹരിച്ചാൽ മാത്രമേ അവിടെ പോയി ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. നമ്മുടെ എൻവയോൺമെന്റ് പോലെയാണ് അവിടുത്തെ എൻവയോൺമെന്റ്, ഒരിക്കലുമല്ല. അപ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനകത്ത് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ നോക്കണം. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് പോലെയല്ല അവിടുത്തെ ക്ലൈമറ്റ് നോക്കണം, അവിടുത്തെ റെഗുലേഷൻസ് നമ്മൾ ശരിക്കും നോക്കണം, അവിടുത്തെ പ്രാക്ടീസ് നമ്മൾ ശരിക്കും നോക്കണം. ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ PESTEL എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ, ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സ് നോക്കിയാൽ മാത്രമേ ഒരു രാജ്യത്ത് നിന്നും പുറത്തൊരു രാജ്യത്തോട്ട് ഒരാൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പുറത്തോട്ട് പോകരുത്. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം MTP കാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. ഇമാജിൻ യു ആർ ദ കൺസൾട്ടൻറ്റ് അഡ്വൈസിങ് എ സ്മാൾ മാനുഫാക്ചറിങ് കമ്പനി എംപാർക്കിംഗ് എ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ജേർണി. ഓക്കെ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ്. ദ കമ്പനീസ് ലീഡർഷിപ്പ് ഈസ് കൺസേൺ അബൌട്ട് മാനേജിങ് ദ ചേഞ്ച് എഫക്റ്റീവ്ലി. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്പനി എന്ത് ആക്സസ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഡിജിറ്റലിലോട്ട് മാറാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഡിജിറ്റലിലോട്ട് മാറുമ്പോൾ ഇപ്പോൾ ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവും അല്ലേ, അത് കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കിയിട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരണ്ടേ, അതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ മാറുന്ന സമയത്ത് ആ കമ്പനി എങ്ങനെ മാറ്റങ്ങൾ എഫക്റ്റീവായിട്ട് നടത്തുക, ചേഞ്ച് എങ്ങനെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകും. ഇനി പറയുകയാണ് യൂസിങ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ മാനേജിങ് ദ ചേഞ്ച് ഇൻ ദ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ബിസിനസ്. ഒരു ചെറിയൊരു ബിസിനസ് അല്ലെങ്കിൽ മീഡിയം സൈസ് ബിസിനസ്സിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഔട്ട്ലൈൻ സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തേ, എന്തിനാ സ്ട്രാറ്റജി, ഒരു ചെറിയ ബിസിനസ്, ആ ബിസിനസ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ സ്മോൾ ആണ് മീഡിയം സൈസ് സ്ഥാപനത്തിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജി ദാറ്റ് ടു ഹെൽപ്പ് ആരെ സഹായിക്കും ദ കമ്പനി നാവിഗേറ്റ് ദി ട്രാൻസ്ഫോർമേഷൻ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് ഈ ഒരു ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് കുറച്ച് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുക. ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ, മീഡിയം ആൻഡ് സ്മോൾ സൈസ് ഓർഗനൈസേഷനകത്ത് ചേഞ്ച് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജി എന്തൊക്കെയാണ് അല്ലേ, മുകളിൽ നിന്ന് ബിഗിനിങ് സ്റ്റേ അറ്റ് ടോപ്പ് നമ്മൾ പഠിച്ചില്ലേ, മാറ്റങ്ങൾ എവിടെ നിന്ന് മാറ്റണം, മുകളിൽ നിന്ന് മാറ്റം വരുത്തണം അല്ലേ, നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആൻസർ കൊടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ കണ്ടോ, ഫോളോയിങ് ആർ ദ സ്ട്രാറ്റജീസ്. ഫസ്റ്റ് വൺ ഏതൊക്കെയാണ് താഴെ കൊടുത്ത സ്ട്രാറ്റജി, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സക്സസ്ഫുൾ ആക്കി നടത്താൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന സ്ട്രാറ്റജി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബിഗിൻ അറ്റ് ടോപ്പ്, മാറ്റം വരുത്തുമ്പോൾ എവിടുന്ന് മാറ്റം വരുത്തണം, ടോപ്പ് നിന്ന് മാറ്റം വരുത്തണം അല്ലേ. പിന്നെ എൻഷുർ ഉറപ്പ് വരുത്തണം, ചേഞ്ച് ഈസ് നെസസറി ആൻഡ് ഡിസൈഡ്, കമ്പനിക്ക് മാറ്റം അനിവാര്യമാണോ നമ്മൾ ഉറപ്പ് വരുത്തണം, അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്, മാറ്റം വരുത്തരുത്. ഓക്കെ, പിന്നെ റെഡ്യൂസ് ഡിസ്ട്രപ്ഷൻ, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഒരു മാറ്റം വരുത്തുമ്പോൾ എന്ത് ചെയ്യരുത്, അവിടുത്തെ എംപ്ലോയീസ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ, അവരെ പോയിട്ട് ബുദ്ധിമുട്ടിക്കരുത്, അവരെ ബുദ്ധിമുട്ടിക്കാതെ വേണം നമ്മൾ മാറ്റം വരുത്താം. ഓക്കെ, അവരുടെ ജോലി എന്ത് ചെയ്യരുത്, തടസ്സപ്പെടുത്തരുത്. ഓക്കെ, മിനിമൈസ് ഡിസ്ട്രപ്ഷൻ, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്ട്രപ്ഷൻ, തടസ്സങ്ങൾ വളരെ കുറച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാം, നമുക്ക് അവരെ മാറ്റം കൊണ്ടുവരാം. ഓക്കെ, നെക്സ്റ്റ് എൻകറേജ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, മാറ്റം കൊണ്ടുവരിക. അതിൽ ഫസ്റ്റ് ആണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ആണെങ്കിൽ റെക്കഗ്നൈസ് ദാറ്റ് ചേഞ്ച് ഈസ് ദ നോം. മനസ്സിലാക്കണം, ചേഞ്ചിന് അനിവാര്യമാണ്, അവകാശമല്ല അല്ലേ. ഇതൊരു ചേഞ്ച് വരുത്തുന്നത് നമ്മുടെ ആവശ്യമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വെറുതെ എനിക്ക് വേണ്ടി മാത്രമാണ് ചേഞ്ച് വരുത്തുന്നത് അല്ല, മാറ്റം വരുത്തിയാൽ മാത്രമേ ബിസിനസ്സിന് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പം മാറ്റം വരുത്തണം, മാറ്റം വരുത്തൽ അനിവാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ പറയുന്ന 5 സ്ട്രാറ്റജിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിഗിനിങ് അറ്റ് ദ ടോപ്പ്,
എൻഷുർ ദാറ്റ് അല്ലെ നമ്മൾ ഉറപ്പ് വരുത്തണം എന്ത് ഉറപ്പ് വരുത്തണം? എൻഷുർ ദാറ്റ് ചേഞ്ച് ഈസ് നെസസറി ആൻഡ് ഡിസൈഡ്, റെഡ്യൂസ് ദ ഡിസ്ട്രപ്ഷൻ, ആൻഡ് ലാസ്റ്റ് വൺ എൻകറേജ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കഗ്നൈസ് ദ ചേഞ്ച് ഇസ് എ നോം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ അവർ എക്സാം ചോദിച്ച ക്വസ്റ്റൻ. ഇനി ക്വസ്റ്റൻ നമ്പർ 2 നോക്കിയേ. Imagine that you are a strategic consultant advising a retail company that is facing increasing competition from online retailers. നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി, ഒരു റീറ്റെയിൽ കമ്പനി, ആ കമ്പനി നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരുപാട് ഓൺലൈൻ കമ്പനി ഇപ്പോൾ വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ദ കമ്പനി ഈസ് കൺസിഡേർഡ് സെവറൽ സ്ട്രാറ്റജിക് ഓപ്ഷൻ ടു ഇംപ്രൂവ് ഇസ് മാർക്കറ്റ് പൊസിഷൻ. യൂസിങ് ദ കൺസെപ്റ്റ് ദാറ്റ്, എന്ത് കൺസെപ്റ്റ് യൂസ് ചെയ്യുക? സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊവാക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ്. സ്ട്രാറ്റജി പാർട്ട്ലി പ്രൊവാക്റ്റീവ് ആയിരിക്കണം, പാർട്ട്ലി റിയാക്റ്റീവ് ആയിരിക്കണം അല്ലേ? ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ ഫീൽഡിൽ, നിങ്ങളൊരു റീറ്റെയിൽ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓൺലൈൻ ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ കമ്പനിയുടെ സ്ട്രാറ്റജി മാറ്റി വരയ്ക്കാൻ പറ്റും അല്ലേ? എക്സ്പ്ലെയിൻ ഹൗ ദ കമ്പനി ക്യാൻ ഡെവലപ്പ് എ സ്ട്രാറ്റജിക് അപ്രോച്ച് അഡ്രസ് ദിസ് ചാലഞ്ച്. ഇവരുടെ കമ്പനിക്ക് ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ? ഒരു റീറ്റെയിൽ കമ്പനിയാണ്. ആ കമ്പനി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് ദ കോമ്പറ്റീഷൻ. കണ്ടോ? ഇൻക്രീസിംഗ് ദ കോമ്പറ്റീഷൻ ഫ്രം ദ ഓൺലൈൻ റീറ്റെയിലേഴ്സ്. ആ കമ്പനിക്ക് സെയിൽ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. സാധനം എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? ഓൺലൈനാണ് സാധനം വാങ്ങുന്നത്. ഈ കമ്പനിക്ക് എന്ത് കിട്ടുന്നില്ല? സെയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്യാറ് എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റും. അത് എന്ത് രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം? യൂസിങ് ദ സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊവാക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ് അപ്രോച്ച് യൂസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ. ഓക്കെ, മേ ബി ചിങ്ങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എക്സാമിന് മേ ബി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമ്മൾ പഠിച്ചോർമ്മയുണ്ടോ? സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊവാക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ് അല്ലേ? എന്തൊക്കെയാണ് പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജി? CMP ആൻഡ് FP അല്ലേ? കമ്പനീസ് മാർക്കറ്റ് പൊസിഷൻ ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അതാണ് പ്രൊവാക്റ്റീവ്. ബട്ട് അതല്ല അതിന് ആൻസർ ചെയ്യുന്നത് അല്ലേ? ഇവിടെ പറയുന്നത് റീറ്റെയിൽ കമ്പനി, ഈ റീറ്റെയിൽ കമ്പനി ക്യാൻ ഡെവലപ്പ് എ സ്ട്രാറ്റജിക് അപ്രോച്ച് ദാറ്റ് ഈസ് ബോത്ത് പ്രൊവാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് ടു അഡ്രസ് ദ ചലഞ്ചസ് ഓഫ് ഇൻക്രീസിംഗ് ദ കോമ്പറ്റീഷൻ ഫ്രം ദ ഓൺലൈൻ റീറ്റെയിലേഴ്സ്. ഒരു ഓൺലൈൻ റീറ്റെയിലേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്തായിരിക്കണം? പാർട്ട് ഓഫ് പ്രൊവാക്റ്റീവ് ആയിരിക്കണം, പാർട്ട് ഓഫ് റിയാക്റ്റീവ്. ദ ടിപ്പിക്കലി ബ്ലെൻഡ് ഓഫ് പാർട്ട്ലി പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജി ആയിരിക്കണം, പാർട്ട്ലി റിയാക്റ്റീവ് ആയിരിക്കണം. ഒരിക്കലും രണ്ടിൻ്റെ മിക്സ് ആയിരിക്കണം. ഒരിക്കലും ഒന്നാവാൻ പാടില്ല. ഒന്നിനും ഞാൻ പാർട്ട്ലി പ്രൊവാക്റ്റീവ് മാത്രം യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഞാൻ പാർട്ട്ലി റിയാക്റ്റീവ് മാത്രം യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടിൻ്റെയും മിക്സ് ആയിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് നോക്കാം എങ്ങനെ പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജിയിലൂടെ നിങ്ങളെ കമ്പനി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, ദ കമ്പനി ക്യാൻ പ്രൊവാക്റ്റീവ്ലി അനലൈസ്. ഫസ്റ്റ് CMP ആൻഡ് FP എന്താ? CMP കമ്പനീസ് മാർക്കറ്റ് പൊസിഷൻ. ഓർമ്മ അല്ല? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊവാക്റ്റീവ് ആണ്. നിങ്ങൾ ഫസ്റ്റ് എന്തിനാണ് മനസ്സിലാക്കുക? നിങ്ങളുടെ കമ്പനിയുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡും നിങ്ങളുടെ കമ്പനിയുടെ കസ്റ്റമറുടെ പ്രിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും ടു ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ മാർക്കറ്റ് ട്രെൻഡും CMP ആൻഡ് FP, നിങ്ങളുടെ കമ്പനിയുടെ മാർക്കറ്റ് ട്രെൻഡും നിങ്ങളുടെ കസ്റ്റമറുടെ ടേസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇവിടെ നിങ്ങൾ കൊടുത്തു നോക്കാം. നമുക്ക് എക്സാമ്പിൾ അങ്ങനെ ഇവിടുത്തെ കമ്പനി ഏതാ? റീറ്റെയിൽ കമ്പനിയാണ് അല്ലേ? അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താ? ഈ ഓൺലൈൻ സ്റ്റോറാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ കമ്പനിക്ക് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? ഇറ്റ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ മാർക്കറ്റ് റിസർച്ച് ടു അണ്ടർസ്റ്റാൻഡ്. അവർക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. എവിടെ? മാർക്കറ്റിൽ. എന്തിന്? ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ കസ്റ്റമേഴ്സ് വാല്യൂ ഇൻ ദ റീറ്റെയിൽ എക്സ്പീരിയൻസ് ആൻഡ് ടൈലേഴ്സ് ഈസ് ഓഫറിംഗ് ടു മീറ്റ് ദോസ് നീഡ്. കസ്റ്റമർക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ കുറച്ച് ഫണ്ട് ആ മേഖലയിൽ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെയാണോ? അവരുടെ ആവശ്യം മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. റീറ്റെയിൽ ഷോപ്പിൽ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ടല്ലേ ഓൺലൈൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ശരിയാണോ അല്ലേ? ഒരു ലോക്കൽ മാർക്കറ്റിൽ ഒരു സാധനം നമുക്ക് അവൈലബിൾ ആവുന്നില്ല. അതുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? ഓൺലൈൻ ഷോപ്പിംഗ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ആളുകൾക്ക്, കസ്റ്റമേഴ്സിന് എന്തൊക്കെ സാധനമാണ്, എന്തൊക്കെ പ്രൊഡക്റ്റാണ് ആവശ്യമുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനം കൊടുക്കാൻ പറ്റും. Okay, now first one. And the second one, this proactive approach can help the company stay ahead of competitors. ഈ ഒരു proactive approach നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാൻ നിങ്ങളെ സഹായിക്കും. സ്റ്റേ ahead മീൻസ് മുന്നോട്ട് കുതിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതാണ് പ്രൊവാക്റ്റീവ്. ഇനി റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ മാത്രം ചെയ്താൽ മതിയോ? ഇല്ല. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് സ്ട്രാറ്റജിയാണോ എടുക്കുന്നത് നിങ്ങൾ നോക്കി കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക? അവരെടുക്കുന്ന അതേ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രാറ്റജി മാറ്റി കൊടുത്താൽ മതി അല്ലേ? എന്താ ഇപ്പോൾ ജിയോ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നു, എന്താ ഫ്രീ ആയിട്ട് സിം കൊടുത്തു, ഫ്രീ ആയിട്ട് കോൾ കൊടുത്തു, ഫ്രീ ആയിട്ട് ഡാറ്റ കൊടുത്തു. അതേ സ്ട്രാറ്റജി ആര് ഫോളോ ചെയ്തു? ഐഡിയ വോഡാഫോൺ ഫോളോ ചെയ്തു. അപ്പോൾ ഐഡിയ VI ഫോളോ ചെയ്ത് സ്ട്രാറ്റജി ചെയ്താൽ റിയാക്റ്റീവ് സ്ട്രാറ്റജിയാണ്. ഓക്കെ ആണോ? അതേപോലെ ഇവർക്കും ചെയ്താൽ പോരെ? പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല അല്ലേ? റിയാക്റ്റീവ് സ്ട്രാറ്റജി ഇൻ അഡീഷൻ ടു ദ പ്രൊവാക്റ്റീവ് മെഷർ. അതിന് കൂടെ, അതില്ലാതെ അല്ല, പ്രൊവാക്റ്റീവിൻ്റെ കൂടെ രണ്ടും വേണം. ഒന്ന് മാത്രം മതിയോ? പോരാ. ഓക്കെ, ദ കമ്പനി ഷുഡ് ഓൾസോ പ്രിപ്പയർഡ് ടു റിയാക്ട് ദ ചേഞ്ച്. റിയാക്ട് ചെയ്യാൻ പഠിക്കണം അല്ല, മാറ്റങ്ങൾ റിയാക്ട് ചെയ്യാൻ പഠിക്കും. റിയാക്ട് ദ ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് എൻവയോൺമെന്റ്. ഫോർ എക്സാമ്പിൾ കൊടുക്കുന്നത്, ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇഫ് കോമ്പറ്റീറ്റർ ലോഞ്ച് എ ന്യൂ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം. കോമ്പറ്റീറ്റർ പുതിയൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ദ കമ്പനി ഷുഡ് ക്വിക്ലി അസസ് ദ ഇമ്പാക്ട് ഓൺ ഇറ്റ്സ് ബിസിനസ് ആൻഡ് ഡെവലപ്പിംഗ് എ റെസ്പോൺസ്. പെട്ടെന്ന് എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ദിസ് റിയാക്റ്റീവ് സ്ട്രാറ്റജി ക്യാൻ ഹെൽപ്പ് ദ കമ്പനി. ഇത് കമ്പനിയെ സഹായിക്കും. എങ്ങനെ സഹായിക്കും? അഡാപ്റ്റ് ടു ചേഞ്ചിങ് ദ മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് മെയിൻറ്റെയിൻസ് കോമ്പറ്റീവ്സ്. ഈ മാർക്കറ്റിൽ എന്ത് ചെയ്യാം? മാറ്റം കൊണ്ടുവരാനും സഹായിക്കും, ഇതുപോലെ കമ്പനിയിൽ നിൽക്കാനും സഹായിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? പ്രൊവാക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റും, റിയാക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, പ്രൊവാക്റ്റീവും റിയാക്റ്റീവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. You are a strategic manager
യു ആർ എ സ്ട്രാറ്റജിക് മാനേജർ ഫോർ എ ടെക് കമ്പനി ലോഞ്ചിങ് എ ന്യൂ സ്മാർട്ട് ഫോൺ മോഡൽ. നിങ്ങൾ കമ്പനിയുടെ സ്ട്രാറ്റജിക് മാനേജർ, നിങ്ങൾ പുതിയൊരു സ്മാർട്ട് ഫോൺ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, ദ കമ്പനി വാണ്ട്സ് ടു ടാർഗറ്റ് ടെക് സേവി കസ്റ്റമേഴ്സ്. ടെക്നോളജിയുമായി ബന്ധമുള്ള കസ്റ്റമേഴ്സിനാണ് കമ്പനിക്ക് വേണ്ടത്. ഹു വാല്യൂ ദ ഇന്നോവേഷൻ ആൻഡ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി. ഇന്നോവേഷനിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് കമ്പനിക്ക് ആവശ്യമുള്ളത് അല്ലേ. ഇനി പറയാണ് യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് കസ്റ്റമർ ബിഹേവിയർ യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പിംഗ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ടു പ്രൊമോട്ട് ദ ന്യൂ സ്മാർട്ട് ഫോൺ. അപ്പോൾ എന്താ ക്വസ്റ്റൻ, എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ലാസ്റ്റ് അല്ല, കസ്റ്റമർ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ. ഒരു കസ്റ്റമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്, അത് മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കസ്റ്റമർ ബിഹേവിയർ. അപ്പോൾ കസ്റ്റമർ ബിഹേവിയർ ആണ് ഇപ്പോൾ എക്സാമിന് ചോദിച്ചത്. ഒരു ക്വസ്റ്റൻ എന്താ, യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് കസ്റ്റമർ ബിഹേവിയർ ഡെവലപ്പിംഗ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കസ്റ്റമർ ബിഹേവിയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക ടു പ്രൊമോട്ട്. എന്തിനെ പ്രൊമോട്ട് ചെയ്യാനാ, ദ ന്യൂ മാർക്കറ്റ് സ്മാർട്ട് ഫോൺ. ഓക്കെ ആണോ. അപ്പോൾ എന്താ കസ്റ്റമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് എഴുതി കൊടുത്താൽ മതി. എത്ര ഫാക്ടേഴ്സുകൾ ഉണ്ടോ അതുകൊണ്ടോ, കസ്റ്റമർ ബിഹേവിയർ ടെക്കി സേവി കസ്റ്റമേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ന്യൂ സ്മാർട്ട് ഫോൺ മോഡൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. പിന്നെ ഇന്റേണൽ ഇൻഫ്ലുവൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചാൽ. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, പോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോക്കകത്ത് പറഞ്ഞ ടോപ്പിക്കാണത്. വീണ്ടും പറഞ്ഞാൽ ബോറടി. 4 പോയിന്റ് കസ്റ്റമർ ബിഹേവിയറിനെ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അഫക്റ്റ് ചെയ്യുന്ന 4 പോയിന്റ്സ്. ഈ കസ്റ്റമർ ബിഹേവിയറോട് കൂടി അതായത് എന്താ വെച്ചാൽ, ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചില കസ്റ്റമർക്ക് ഷോപ്പിൽ പോകില്ലേ, ഇത് വാങ്ങണോ വാങ്ങണ്ടേ അല്ലേ, ഒരു പ്രൊഡക്റ്റ് ഇത് ഞാൻ വാങ്ങണോ വാങ്ങണ്ടേ എന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ഒരാൾ വന്ന് പറയും അല്ലേ, ഷോപ്പ് തോന്നുന്നു പറയും, സാർ ഇത് വാങ്ങിക്കും, നല്ല പ്രൊഡക്റ്റാണ്, നമുക്ക് ഡിസ്കൗണ്ട് തരാം, ഓഫർ തരാം, വാറണ്ടി തരാം, ഗ്യാരണ്ടി തരാം. അപ്പോൾ നമ്മുടെ തീരുമാനം മാറും, എന്നാൽ ഇതൊന്ന് വാങ്ങാം. അങ്ങനെ കസ്റ്റമറുടെ ബിഹേവിയറിനെ മാറ്റം വരുന്ന ഒരു 4 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, ഇന്റേണൽ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങും പോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിയേ. ക്വസ്റ്റൻ നമ്പർ 3. എ ബിവറേജ് കമ്പനി ഈസ് ലോഞ്ചിങ് എ ന്യൂ ലൈൻ ഓഫ് എനർജി ഡ്രിങ്ക് ടാർഗറ്റഡ് അറ്റ് ഹെൽത്ത് കോൺഷ്യസ് കൺസ്യൂമേഴ്സ്. ഹെൽത്ത് ഒക്കെ നോക്കുന്ന ഒരു കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് വിൽക്കുന്ന ഒരു കമ്പനി അല്ലേ. അവിടുത്തെ സ്ട്രാറ്റജിക് മാനേജർ വാണ്ട്സ് ടു സ്റ്റഡി. അവർക്ക് എന്തിനെ കുറിച്ച് പഠിക്കണം? മാർക്കറ്റിംഗ് പൊസിഷൻ ഓഫ് റൈവൽ കമ്പനി. തന്റെ ശത്രു കമ്പനിയെ കുറിച്ച്, ആ ശത്രുക്കളുള്ള കമ്പനി തന്റെ കോമ്പറ്റീറ്റേഴ്സിന്റെ മാർക്കറ്റിംഗ് പൊസിഷനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഓക്കെ, വിച്ച് ടൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് അനാലിസിസ്. ഈ പഠനത്തിന് വേണ്ടി അവർ ഏത് ടൂളാണ് യൂസ് ചെയ്യുക? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് പഠിച്ചിട്ടുണ്ടോ? റൈവൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് പൊസിഷൻ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ്. അത് മാത്രം മതിയോ? വാട്ട് ഈസ് ദ പ്രൊസീജിയർ ടു കൺസ്ട്രക്ട് ഓർ ഇംപ്ലിമെന്റ് ദിസ് എഫക്റ്റീവ്ലി. നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പുകളുണ്ട് പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണത് നമ്മൾ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് വൺ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസിൽ അത് ക്ലാസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ്, പിന്നെ 2 പ്ലോട്ടാക്കി എക്സിലും വൈയിലും 2 പ്ലോട്ടാക്കി തിരിക്കണമെന്ന് പറഞ്ഞ്, പിന്നെ സെയിം സ്ട്രാറ്റജി വന്ന ഫേംസിനെ സെയിം ആക്കി അസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, ഡ്രോ എ സർക്കിൾ വരക്കണം എന്നൊക്കെ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സുകൾ. നോക്കാം നമുക്ക്. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റൻ. സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗിൻ്റെ ഒരു സിമ്പിൾ ലെവൽ ക്വസ്റ്റൻ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്യാൻസർ എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തുള്ളത്? എന്തൊക്കെയുണ്ടോ, റൈവൽ കമ്പനീസിൻ്റെ മാർക്കറ്റ് പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി സ്ട്രാറ്റജിക് മാനേജർക്ക് എന്ത് യൂസ് ചെയ്യാം? സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് യൂസ് ചെയ്യാം അല്ലേ. ഇനി പറയുന്നത് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് എഫക്റ്റീവായി നടത്തണമെങ്കിൽ താഴെ പറഞ്ഞ സ്റ്റെപ്സുകൾ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പഠിച്ചു, ദാറ്റ് ഡിഫറൻഷിയേറ്റ് ദ ഫേം ഇൻ ദി ഇൻഡസ്ട്രി. സെക്കൻഡ് വൺ, പ്ലോട്ട് ദ ഫേംസ് ഓൺ 2 വേരിയബിൾ. ഏതൊക്കെയാണ്? എക്സ് ഉണ്ട് അല്ലെ, എക്സ് ഉണ്ട്, വൈ ഉണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, assign the firm that fall in the board the same strategy when the firms നമ്മൾ അസൈൻ ചെയ്തെടുക്കുക. ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ ഈച്ച് സ്ട്രാറ്റജി ഗ്രൂപ്പ്. അതിനകത്തൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്, സിമ്പിൾ ക്വസ്റ്റൻ ആണല്ലേ. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജി ഗ്രൂപ്പ് മാപ്പിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ MCQ ഒക്കെ നിങ്ങളുടെ MTP ഒന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഇതുപോലെ തന്നെ എക്സാമിനും ക്വസ്റ്റൻ വരിക. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ? CEO ഓഫ് ടെക്സ്റ്റൈൽ മിൽ ബിലീവ്സ് ദാറ്റ് ഹിസ് കമ്പനി കറന്റ് ഓപ്പറേറ്റിംഗ് എ ലോസ്. ഒരു കമ്പനിയുടെ CEO വിചാരിക്കുക നമ്മുടെ കമ്പനി ഇപ്പം എന്താ ലോസിലാണ് പോകുന്നത്. ക്യാൻ ബി ടേൺഡ് അറൗണ്ട്. ആ ലോസിൽ പോകുന്ന കമ്പനി നമുക്ക് മാറ്റിമറിക്കണം. എന്തിലോട്ട്? പ്രോഫിറ്റിലോട്ട് ടേൺ ചെയ്യണം, പ്രോഫിറ്റിലോട്ട് മാറ്റണം. ഡെവലപ്പ് ആൻ ആക്ഷൻ പ്ലാൻ. അതിനെ പ്രോഫിറ്റിലോട്ട് മാറ്റണമെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യല്ലേ. ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ് ദ CEO ക്യാൻ ടേക്ക് ടു അച്ചീവ് ദിസ് ടേൺ അറൗണ്ട്. അപ്പോൾ അവിടെ ഒരു കമ്പനിയായ CEO യൂസ് ചെയ്യേണ്ടത് ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുക. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരിക? സ്റ്റെപ്സ് ഓഫ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ഓർമ്മയുണ്ടോ? സ്റ്റെപ്പ് നമ്പർ 1, അസസ്മെന്റ് ഓഫ് കറണ്ട് പ്രോബ്ലം. ഓർമ്മയുണ്ടോ? അതാണ് സിമ്പിൾ ക്വസ്റ്റൻ ആണല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നോക്കാം നമുക്ക് എന്താ ആൻസർ കൊടുത്തുള്ളത്. സ്റ്റെപ്സ് ഫസ്റ്റ് വാങ്ങണ്ടോ? സ്റ്റെപ്പ് നമ്പർ 1 എന്താ? Stage 1, assessment of current problem. Second one, analyze situation to developing a strategic plan. Third one, implementation and emerging action plan. Fourth one, restructuring the business. Fifth one, return to its normal. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും. ഓക്കെ, 5 സ്റ്റെപ്സ് ആണെന്നുള്ളത്. ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ പ്രശ്നങ്ങളൊന്നും ഫസ്റ്റ് അനലൈസ് ചെയ്യുക, പിന്നെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, ഒരു ആക്ഷൻ പ്ലാൻ എന്ത് ക്രിയേറ്റ് ചെയ്യുക, റീസ്ട്രക്ചർ ബിസിനസ് മൊത്തമായിട്ടൊന്ന് മാറ്റിമറിക്കുക, പഴയ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുക? ആക്കി വിടുക. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞു, സിമ്പിൾ ക്വസ്റ്റൻ. ലാസ്റ്റ് വൺ നോക്കി. ലാസ്റ്റ്, വൈ സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ are essential for an organization.
ക്വസ്റ്റൻ ആൻസർ എന്താ? വാട്ട് ഈസ് മീൻ ബൈ സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ എന്നുള്ളത് നമ്മൾ ഇനി പറയേണ്ട ആവശ്യം. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഏരിയ ആണത്. സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷറിൻ്റെ 4 ഗോൾ അലൈൻമെൻറ്റും റിസോഴ്സ് അലൊക്കേഷനും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇൻവോൾവ്മെൻറ്റും എക്സ്റ്റേണൽ അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ നോക്കിയാൽ മതി, സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതുപോലെ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റൻ എന്താ? ഹൗ ക്യാൻ മെൻഡലോസ് മെട്രിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് മാനേജ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എഫക്റ്റീവ്ലി? എന്താ വാട്ട് ഈസ് മീൻ ബൈ മെൻഡലോസ് മെട്രിക്സ്? എന്താ? ഞാൻ ആൻസറിലോട്ട് പോകുന്നില്ല. എന്താ മെൻഡലോസ് മെട്രിക്സ്? നിങ്ങൾ പറയടാ. മെൻഡലോസ് മെട്രിക്സ് എന്ത് ചെയ്യുക? പവറിൻ്റെയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൻ്റെയും ബേസിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു അല്ലേ? 4 ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? കീ പ്ലേയേഴ്സ് ഉണ്ട് അല്ലേ, പിന്നെ കീപ് സാറ്റിസ്ഫൈഡ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവും 4 സ്റ്റെപ്പ്. അതെന്ത് ചെയ്യണം? അതുപോലെ എഴുതി കൊടുക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെൻഡലോസ് മെട്രിക്സ് ആണ് ഇപ്രാവശ്യം ചോദിച്ചത്. ഇത് പുതിയ ആഡ് ചെയ്ത ടോപ്പിക്കാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതേ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ലാസ്റ്റ് വൺ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ കോൺഗ്രമറ ഡൈവേഴ്സിഫിക്കേഷൻ. സിമ്പിൾ അല്ലേ? കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? കോൺസെൻട്രിക് മീൻസ് റിലേറ്റഡ്. ഓക്കെ, കോൺസെൻട്രിക് മീൻസ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞ്, കോൺഗ്രമറേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി അൺറിലേറ്റഡ് അല്ല, ഒരു ബന്ധം ഉണ്ടാവില്ല. മറ്റെന്താ? റിലേറ്റഡ് ആണ്. മറ്റെന്താ? ടോട്ടലി അൺറിലേറ്റഡ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സിമ്പിൾ. ഇതാണ് നിങ്ങളുടെ May 24 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ഒരു സെറ്റ് MTP. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്, ഒരു പ്രശ്നമല്ല. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് നമ്പർ 2 വന്ന ശേഷം എന്ത് ചെയ്യാം? സെറ്റ് നമ്പർ 2ൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ തരാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റുഡൻസിനോട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണേ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.